എപ്പോഴും പരാതി, സാറ്റിസ്ഫാക്ഷനേ ഇല്ല, എക്സ്പെക്ടേഷനൊക്കെ വേറെ ലെവലാണ്. ഈ പരാതികളൊക്കെ പറയുന്ന വ്യക്തി നമ്മളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കിട്ടുന്നത് കൂടി നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഒരു വ്യക്തിയെ നിരന്തരമായി നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നതിൽ ഒന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയെ നിരന്തരമായി നമ്മൾ കുറ്റം പറയുമ്പോൾ ആ വ്യക്തിയിൽ മടുപ്പ് തോന്നാൻ തുടങ്ങും. നമ്മളിൽ നിന്ന് ആ വ്യക്തി എന്ത് ചെയ്യാൻ തുടങ്ങും? ഒരു അകലം പാലിക്കാനായിട്ട് തുടങ്ങും, അല്ലെ? ആ അകലം ഒടുവിൽ നമ്മൾ ഒരു പരാതി കൂടി പറയുമ്പോൾ അവര് നമ്മളോട് പറയും, ഇനി എനിക്ക് വയ്യ, മടുത്തു, ഇതിനും അപ്പുറം എന്നെ കൊണ്ടാകില്ല, ടാറ്റാ ബൈ ബൈ എന്ന്. അപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യും? കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നിരന്തരമുള്ള പരാതി പറച്ചിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. എപ്പോഴും പാർട്ട്ണറിനെ ഇങ്ങനെ പരാതി മാത്രം പറഞ്ഞുകൊണ്ട്, ഇംപെർഫെക്ഷൻസ് മാത്രം കണ്ടുപിടിച്ചുകൊണ്ട്, കുറ്റങ്ങളുടെയും കുറവുകളുടെയും ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബന്ധം നഷ്ടമാവുക തന്നെ ചെയ്യും. പലപ്പോഴും ഒക്കെ ഡെയിലി ബേസിസിലൊക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലിമെന്റ് എങ്കിലും ഒന്ന് കൊടുത്തു നോക്കുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. മറക്കണ്ട, റിയലിസ്റ്റിക് ആയിരിക്കണം എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ പരാതിയുടെ എണ്ണം കൂടും, കിട്ടുന്നത് കൂടി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും.